നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണം നമ്മുടെ കയ്യിൽ തടസ്സമില്ലാതെ വന്നു ചേരുവാനായിട്ടുള്ള ഒരു താന്ത്രികമാണ്. നമ്മൾ സാധാരണ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചുമാണ് കൂടുതലായി പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഒരു ചെറിയ താന്ത്രിക വഴിപാടിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. വഴിപാട് എന്ന് പറയുന്ന സമയത്ത് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് മറ്റുള്ളവർ ചോദിക്കും. അതായത് മറ്റുള്ള മതവിശ്വാസികൾ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാവർക്കും ആർക്കു വേണമെങ്കിലും ചെയ്തു നോക്കാവുന്ന ഒരു എളിയ താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് അവർ നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന ആ ഒരു പരിപൂർണമായ വിശ്വാസത്തോടു കൂടി മാത്രം നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോകൾ കണ്ട് ഒരുപാട് പേർക്ക് നിത്യകാ ദേവതയുടെ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേർ നമുക്ക് കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോൺവറെക്സ എന്നുള്ള സ്വിച്ച് വേർഡുകൾ ചൊല്ലിയും അവർക്ക് ആഗ്രഹിച്ച തുക ലഭിച്ചു എന്നും പറയുന്നുണ്ട്. മാത്രമല്ല ലോട്ടറി ഒരുപാട് പേർക്ക് ഇടയ്ക്കിടെ കിട്ടുന്നുണ്ട് എന്നും കമൻറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും നിത്യകാ ദേവതയുടെ ആ ഒരു പേര് ചൊല്ലിയതിനു ശേഷം ദിവസവും പണം ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെറിയ തുക മുതൽക്ക് വലിയ തുക വരെ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ പണ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അവസാനിക്കുന്നില്ല. പല വഴികളിലൂടെ നമുക്ക് പണം ആവശ്യമായി വരികയാണ്. അതുപോലെ തന്നെ പല വഴികളിലൂടെ നമ്മുടെ കയ്യിലുള്ള പണം ചിലവായി പോകുകയും ചെയ്യുന്നത് സാധാരണമാണ്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനായി പോലും മറ്റുള്ളവർ കാണുന്നില്ല എന്നുള്ളത് നമ്മൾ മറച്ചു വയ്ക്കാൻ പറ്റാത്ത ഒരു സത്യമായിട്ട് തന്നെയാണ് മാറുന്നത്. അതിനാൽ തന്നെ പണത്തെ നമ്മൾ എങ്ങനെ വശ്യം ചെയ്യണം, പണം നമ്മുടെ കയ്യിൽ എങ്ങനെ നിരന്തരമായി തങ്ങി നിൽക്കണം, നമ്മുടെ സാലറി എങ്ങനെ ഇൻക്രിമെൻറ്റ് നമുക്ക് കൂട്ടിത്തരുവാനായിട്ടുള്ള ആ ഒരു താന്ത്രികം എന്താണ്, സ്വിച്ച് ബോർഡുകൾ എന്താണ് എന്നെല്ലാം തന്നെ ഒരുപാട് പേർ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് കേട്ട് നോക്കിയിട്ട് കിടക്കുക. നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് കേട്ട് നോക്കി കിടക്കുക. ഇത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അതൊരു അഫർമേഷൻ വീഡിയോ ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ പണത്തെ നമ്മളിലേക്ക് വശ്യം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പണ ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികം എന്താണ് എന്ന് നോക്കാം. ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ദിവസം എന്ന് പറയേണ്ടത് വെള്ളിയാഴ്ച, അമാവാസ തിഥി, പൗർണമി തിഥി അല്ലെങ്കിൽ വ്യാഴാഴ്ച, കുബേരകാലം എന്ന് പറയുന്ന വൈകുന്നേരം 5 മണി മുതൽക്ക് 8 മണി വരെയുള്ള സമയത്ത് ഈ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുക. വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ശുക്രഹോര സമയം എന്ന് പറയുന്ന രാവിലെ 6 to 7, ഉച്ച സമയം 1 to 2, വൈകുന്നേരം 8 to 9 ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏത് ദൈവവിശ്വാസികളാണെങ്കിലും സാരമില്ല, അവരിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ കുളിച്ച് നിങ്ങളുടെ പൂജാമുറികളിൽ നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പൂജാമുറികളിൽ ഇരുന്ന് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമുകളിലോ ഇരുന്നു കൊണ്ട് ഈ താന്ത്രികം ചെയ്യുക. ഈ താന്ത്രികം ചെയ്യുമ്പോൾ ശുദ്ധമായിരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ശുദ്ധമായിരിക്കുക പറഞ്ഞാൽ നോൺ വെജ് കഴിച്ചിരിക്കരുത്, പുലവാലായ്മ ഉണ്ടാകരുത്, പീരിയഡ് സമയങ്ങളിൽ ചെയ്യരുത് എന്നെല്ലാമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുളിച്ച് ശുദ്ധമായിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ടാകുന്നത് ആ സമയത്ത് നിങ്ങൾ ഇത് ചെയ്യാം. ഇതിനാവശ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു വെറ്റിലയാണ്. വെറ്റിലയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വെറ്റില എന്ന് പറയുമ്പോൾ അത് തമിഴിൽ വെട്രിലൈ എന്നാണ്. വെട്രി എന്ന് പറയുന്നത് വിജയത്തെ കുറിക്കുന്ന ഒന്നായതിനാൽ നമുക്ക് ഇപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് ഒരു വെറ്റിലയാണ്. ഈ വെറ്റിലയിൽ നമ്മൾ 6 ഗ്രാമ്പു നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകുന്നതാണ്. പണവശ്യത്തിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ 6 ഗ്രാമ്പു എന്ന് പറയുന്നത്. ഈ 6 ഗ്രാമ്പു നല്ല രീതിയിലുള്ളത് എടുക്കുക. അതിനുശേഷം 6 ഏലക്ക എടുക്കുക. ഈ 6 ഏലക്കയും ഒരുപാട് ഉണങ്ങിയതൊന്നും എടുക്കാതെ കുറച്ച് ഫ്രഷ് ആയതൊന്നും എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് പച്ചക്കർപ്പൂരം. പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, അതുപോലെ തന്നെ കാണിച്ചു തന്നിട്ടുമുണ്ട്. പച്ചക്കർപ്പൂരത്തിൻ്റെ ആ ഒരു പവർ എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ ചെറിയൊരു കഷ്ണം പച്ചക്കർപ്പൂരം മാത്രം മതിയാകുന്നതാണ്.
ഇനി വരയിടാത്ത ഒരു ചെറിയ കഷ്ണം പേപ്പർ, ഒരു വെറ്റിലയുടെ അളവിലുള്ള ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര രൂപയാണ് ആവശ്യം, അതായത് നിങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനുള്ള തുക നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്ത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എനിക്ക് ആവശ്യമായ ഈ തുക എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യകാ ദേവതയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എനിക്ക് ആവശ്യമായ ഈ തുക എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി നിത്യകാ ദേവതയെ എന്നെഴുതാം. അല്ല, നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ എനിക്ക് ആവശ്യമായ 10 ലക്ഷം രൂപയോ അല്ലെ എത്രയാണോ തുക, ആ തുക എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്നെഴുതാം. കുലദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ കുലദൈവത്തിൻ്റെ പേരെഴുതാം, അല്ലെങ്കിൽ കുലദൈവമേ എന്നെഴുതാം. ഇങ്ങനെ നമ്മൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് അവരുടെ പേരെഴുതിക്കൊണ്ട് എഴുതാം. അല്ലെങ്കിൽ എനിക്ക് ആവശ്യമായ എത്ര രൂപ തുകയാണോ അത് എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി എന്ന് മാത്രം എഴുതി നമ്മൾ ആദ്യം ആ പേപ്പർ വയ്ക്കുക. അതിന് മുകളിൽ ഈ വെറ്റിലയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളും എല്ലാം വെച്ച് ചുരുട്ടി ഒരു വെള്ള നൂലുണ്ടെങ്കിൽ അതിൽ മഞ്ഞൾ കലർത്തി, മഞ്ഞൾ നിറത്തിലുള്ള നൂലാക്കി അതുകൊണ്ട് നമുക്ക് കെട്ടാവുന്നതാണ്. അല്ല, മഞ്ഞൾ നിറത്തിലുള്ള നൂല് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ നൂല് വെച്ച് കെട്ടാവുന്നതാണ്. ഇത് കെട്ടിക്കഴിഞ്ഞ് ഈ കെട്ടിയ ആ ഒരു സാധനം നമ്മുടെ കൈകളിൽ വെച്ച് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമുക്ക് ആവശ്യമായ തുക, നിങ്ങൾ എത്രയാണോ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ആ തുക നിങ്ങളിലേക്ക് വന്നു ചേർന്നതിന് നിങ്ങൾ ഈ പ്രപഞ്ചത്തോടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോടാണോ നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നത് അവരോട് നന്ദി പറയുക. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഇതൊരു സങ്കല്പമാണ്. പ്രധാനമായിട്ടും എണ്ണവും എഴുത്തും ചേരുന്ന സമയത്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നത് എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ്, എണ്ണം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സങ്കല്പമാണ്. ആ എണ്ണത്തെയാണ്, നമ്മുടെ മനസ്സിലെ സങ്കല്പത്തെ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. നിങ്ങളിലേക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട തുക എത്തിച്ചു തന്നത് ആരാണെങ്കിലും, നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് അവരുടെ പേരെഴുതി അല്ലെങ്കിൽ അവരുടെ പേര് നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൽ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും, ആ സന്തോഷം നിങ്ങൾ പ്രകടമാക്കുകയാണ് വേണ്ടത്. അതായത് ഒരിക്കലും നിങ്ങൾക്ക് ആവശ്യമായ ഈ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരില്ല എന്നുള്ള ആ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ള വിശ്വാസത്തോടു കൂടി, എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നു, എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി മാത്രം ഈ ഒരു സങ്കല്പം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പൂജാമുറിയിൽ ഇരുന്ന് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ദീപം തെളിയിച്ചു വെച്ച് നമ്മൾ അത് മഹാലക്ഷ്മി ദേവിയായി സങ്കല്പിച്ചു കൊണ്ട് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഒരു 10 മിനിറ്റ് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തുമെന്ന് പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് വേണം നിങ്ങൾക്ക് ഇത് ചെയ്യുവാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ എന്നിലേക്ക് വന്ന പണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ചെറിയ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു 5000 രൂപ, ഒരു തുടക്കമായിക്കോട്ടെ, ഒരു 5000 രൂപ നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ താന്ത്രിക മുറ ചെയ്തു നോക്കാവുന്നതാണ്. അത് കിട്ടിയതിനു ശേഷം നിങ്ങൾക്കത് വീണ്ടും വീണ്ടും തുടരാവുന്നതാണ്. ഇനി ഈ വെറ്റിൽ നമ്മൾ കെട്ടിവെച്ചിരിക്കുന്നത് എന്തു ചെയ്യണം? നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാം. അതല്ല, പൂജാമുറി ഇല്ലാത്തവരാണ്, ഞങ്ങൾ പൂജാമുറി അല്ലാതെ വേറെ ഏത് ഭാഗത്ത് വെക്കണം എന്ന് ചോദിക്കുന്നവരാണെങ്കിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാം. ഈ 2 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ഇനി എത്ര ദിവസം വെക്കണം? നിങ്ങൾ ചുരുങ്ങിയത് 3 മാസം വരയ്ക്കും ഇത് വെക്കാവുന്നതാണ്. പക്ഷേ വെറ്റില വാടിപ്പോവുകയോ അഴുകുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടം വരും എന്നുണ്ടെങ്കിൽ 21 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഇത് മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ മാസം തോറും വരുന്ന പൗർണമിയോ അമാവാസ തിഥികളിലോ നമുക്കിത് മാറ്റാവുന്നതാണ്. ഇത് കളയുമ്പോൾ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടുക, അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയുക. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ആ പേപ്പർ നമ്മൾ കത്തിച്ചു കളയുന്നതാണ് ഉചിതം. ചെയ്തു നോക്കുക, പരിപൂർണമായ ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാമ്പു എല്ലാ വീടുകളിലും ഉണ്ട്, ഏലക്ക ഉണ്ട്, വെറ്റില കഴിയുന്നതും എല്ലാവരുടെ വീടുകളിലും പൂജാമുറിയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രധാനമായും ഉണ്ടാകുന്ന ഒരു സാധനമാണ് പച്ചക്കർപ്പൂരം. നമ്മുടെ ഏത് വീടുകളിലും ഇപ്പോൾ പച്ചക്കർപ്പൂരമുണ്ട്. എല്ലാവരുടെ ക്യാഷ് ബോക്സുകളിലും പച്ചക്കർപ്പൂരമുണ്ട്. പേഴ്സുകളിൽ പച്ചക്കർപ്പൂരം വെക്കുക.
വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം, 6 ഗ്രാമ്പു, 6 ഏലയ്ക്ക, ഒരു വെറ്റില, ഒരു പേപ്പർ, ഒരു പേന. ഇനി ആ പേപ്പറിൽ എഴുതേണ്ടത് ഏത് നിറത്തിലുള്ള മഷിയാണ് എന്നും ചിലർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ പറയാം. കറുപ്പ് നിറം ഒഴിച്ച് ബാക്കി ഏത് നിറം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പച്ച ഉപയോഗിക്കുവാൻ സാധിക്കുമെങ്കിൽ വളരെ ഉചിതമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.